അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുറുമീസ് വ്ലോഗ്സ്. ഇന്ന് ഞാനൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചിക്കനൊക്കെ കഴുകാൻ വെള്ളത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി, പിന്നെ മല്ലി ഉണ്ടല്ലോ, മുഴുവൻ മല്ലി, വെളുത്തുള്ളിയും ഉണക്കമുളക്, ഇത്ര സാധനങ്ങളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നാക്കിയിട്ട് ഇത് കഴുകിയിട്ട് ഇതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളിയും വെളുത്തുള്ളിയും മല്ലിയും ഉണക്കമുളകും കറിവേപ്പിലയും നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിന് സവാള ചേർക്കുന്നില്ല കേട്ടോ ഈ ചിക്കൻ കറിക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്തതിന് ശേഷം ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. മല്ലി മുളകൊക്കെ വറുത്തിട്ട് അരച്ചിട്ടുള്ള കറിയാണ്. തേങ്ങ ചേർക്കുന്നില്ല, സവാള ചേർക്കുന്നില്ല. അപ്പോൾ ചിക്കനൊക്കെ കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് ഈ അരച്ച മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, പച്ചമുളക് ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ചട്ടിയിലാണ് കേട്ടോ ഈ കറി വെക്കുന്നത്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ടെടുക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കളറിന് വേണ്ടിയിട്ടാണ് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതൊന്ന് ഒരു അധികം വെള്ളം ചേർക്കുന്നില്ല. ഇത് വേവാനുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. സവാളയൊക്കെ അരിഞ്ഞ് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ കറി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂടി തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരുപാട് ഗ്രേവി വേണ്ടവർക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ വെള്ളം കുറച്ചായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. പിന്നെ ഇതിനകത്തേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് വന്നു കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടാണ്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി, ഞാൻ ഒരു നുള്ളു ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി താളിച്ചൊഴിച്ചാൽ മതി. ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ താളിക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല ബ്രൗൺ നിറമാക്കി കിട്ടുമ്പോൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ അടിപൊളി ചിക്കൻ കറി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.